ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. AAWK ജില്ലാ സമ്മേളനവും സ്നേഹവീട് താക്കോൽദാനവും നാളെ താനാളൂരിൽ നടക്കും. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് രംഗത്തെ ജീവനക്കാരുടെയും ഉടമകളുടെയും കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനം നാളെ ശനിയാഴ്ച താനാളൂർ വട്ടത്താണി KM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ 35ാമത് പ്രതിനിധി സമ്മേളനം 16/11/2024 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് വട്ടത്താണി KM ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുകയാണ്. അസോസിയേഷൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള 1985 വർക്ക്ഷോപ്പ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വാഹനങ്ങൾ പണിയുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് പിറവിയെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ചാരിറ്റി സൊസൈറ്റി ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ട ഈ പ്രസ്ഥാനം 40 വർഷമായിട്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത് പിറവിയെടുത്തെങ്കിലും ഇന്ന് എല്ലാ സമൂഹത്തിനും വേണ്ടിയിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായിട്ട് വളരാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടന്നിട്ടുള്ള പ്രളയങ്ങൾ നമ്മൾ കേട്ടുകേൾവിയേ ഉണ്ടായിരുന്നുള്ളൂ പലപ്പോഴും. പക്ഷേ നമ്മളെ സംസ്ഥാനത്തും വളരെ വലിയ രീതിയിലുള്ള പ്രളയങ്ങൾ നടന്ന സമയത്ത് അതിൽ വലിയ ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് AAWK. കാരണം നമുക്കറിയാം, ഇന്ന് അതുപോലെ ഉപ്പ് മുളക് എന്ന് പറയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവശ്യ ഘടകമാണ് വാഹനം എന്നത്, അതിൽ പ്രത്യേകിച്ച് 2 വീലറുകൾ. അപ്പോൾ അത് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും ആ മണ്ണിൽ ആഴ്ന്നു പോയിട്ടുള്ള വാഹനങ്ങൾ, പ്രത്യേകിച്ച് 2 വീലറുകളൊക്കെ തന്നെ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് മാതൃക കാണിച്ചു 2018-ലും 19-ലും ഉണ്ടായിട്ടുള്ള പ്രളയത്തിൽ. അതുപോലെ 2020 നമുക്ക് അറിയാം, ലോകത്തെ നടുക്കിയിട്ടുള്ള കൊറോണ മഹാമാരി. ആ സമയത്ത് നമുക്കൊക്കെ പുറത്ത് ഇറങ്ങാൻ പോലും പ്രയാസമുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയൊക്കെ വാഹനങ്ങൾ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല എന്ന് ആ ഒരു നിബന്ധന ഉള്ള സമയത്തും സർക്കാരുമായിട്ടും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികളായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സർവീസിന് സന്നദ്ധത കാണിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് AAWK എന്ന് പറയുന്നത്. ഇതോടൊപ്പം വട്ടത്താണിയിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരിക്കെ അകാലത്തിൽ മരണപ്പെട്ട താനാളൂർ സ്വദേശി KV ഉണ്ണിയുടെ കുടുംബത്തിന് സംഘടനയുടെ നേതൃത്വത്തിൽ നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനവും നടക്കും. 400 യൂണിറ്റിലെ ട്രഷറായിരിക്കെ മരണപ്പെട്ട KV ഉണ്ണി എന്നവരുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം തീർത്തും അനാഥമാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അവസരത്തിൽ സംഘടന അവർക്കൊരു കൈത്താങ്ങാവുകയും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് താനാളൂരിലെ ജനപ്രതിനിധികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് വളരെ ആവേശത്തോടു കൂടിയിട്ട് തന്നെ അവർ ആ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുകയും അങ്ങനെ അവിടെ ഒരു പൗരസമിതി രൂപീകരിക്കുകയും ചെയ്തുകൊണ്ട് AAWKയും ഈ പൗരസമിതിയും ചേർന്നുകൊണ്ട് ആ കുടുംബത്തിന് ഒരു 6 സെൻറ്റ് സ്ഥലവും ഒരു പുരയും അടങ്ങുന്ന സ്ഥലം വാങ്ങിച്ചുകൊണ്ട് ഈ വരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ആരാധനായിട്ടുള്ള മന്ത്രി, കായിക വഖഫ് ബോർഡ് മന്ത്രി ശ്രീ KV അബ്ദുറഹ്മാൻ അവറുകൾ അതിൻ്റെ ഉദ്ഘാടന ക്രമം, താക്കോൽദാനത്തിൻ്റെ ഉദ്ഘാടന ക്രമം നിർവഹിക്കുകയാണ്. രാവിലെ 9 മണിക്ക് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും സ്നേഹവീടിന്റെ താക്കോൽദാനവും നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം AAWK സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ 2600-ൽ വരുന്ന വർക്ക്ഷോപ്പുകളിലായി 7000-ഓളം ജീവനക്കാർ സംഘടനയിൽ അംഗങ്ങളായിട്ടുണ്ട്. വട്ടത്താണി KM ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത്, താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക, ഒടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കുടിയേങ്ങൽ തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ OK ശ്രീനിവാസൻ, മുജീബ് താനാളൂർ, MP ബഷീർ, V സൈദലവി, അച്യുതൻ തിരുനാവായ, PP ബഷീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 20 TV.